ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് HLൻ്റെ. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് നോൺ എക്സിക്യൂട്ടീവ് കാറ്റഗറിയിലാണ് വിളിച്ചിരിക്കുന്നത്. ITI ഡിപ്ലോമ അതുപോലെ തന്നെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് സെലക്ഷൻ, അതോടൊപ്പം തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യണം, അതോടൊപ്പം തന്നെ ഏജ് ലിമിറ്റ്, സാലറി തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അയച്ചു കൊടുക്കുക. അതോടൊപ്പം നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. പൈസാറുടെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള വീഡിയോസും ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൻ്റെ രണ്ടാമത്തെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ RRBയുടെ ഒഫീഷ്യൽ നോട്ടീസ് ആധാറുമായി ബന്ധപ്പെട്ടുള്ള വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഈ പറയുന്ന ഡേറ്റ് അടിസ്ഥാനത്തിലൂടെ കാണാൻ പറ്റും. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് റെയിൽവേൻ്റെ NTPC വന്നിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ ക്വാളിഫിക്കേഷനിൽ ഇത് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അഡ്വർടൈസ്മെൻറ്റിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കാണാം 18/9/2024 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന പോസ്റ്റുകൾ നമുക്ക് നോക്കാം. ഇവിടെ ഓപ്പറേറ്റർ വിളിച്ചിട്ടുണ്ട്. ഓപ്പറേറ്ററിൽ തന്നെ നിങ്ങൾക്ക് വിവിധ ഡിസിപ്ലിൻ വിളിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് 11, ഇലക്ട്രിക്കൽ ഒരു വേക്കൻസി, മെക്കാനിക്കൽ 5 വേക്കൻസി, കെമിക്കൽ ഒരു വേക്കൻസി, അങ്ങനെ ആകെ മൊത്തം 18 വേക്കൻസിയാണ് അതിൽ വരുന്നത്. ദെൻ ഓപ്പറേറ്റർ ഇവിടെ നിൽക്കുകയാണ്. ഇത് സ്കെയിൽ വ്യത്യാസമുണ്ട്. അത് D6 ആണ്, ഇത് C5 ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ ക്വാളിഫിക്കേഷൻ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒക്കെ ഞാൻ പറയാം. ഇലക്ട്രോണിക്സിൽ 6, ഇലക്ട്രിക്കൽ 4, ടേണിങ്ങിൽ 2, ദെൻ ഫിറ്റിങ്ങിൽ നിങ്ങൾക്ക് 2, ദെൻ വെൽഡിങ്ങിൽ 1, അഡ്മിൻ അസിസ്റ്റൻറ്റിൽ 1, അങ്ങനെ 16 വേക്കൻസി അതിൽ വന്നിട്ടുണ്ട്. പിന്നെ അൺഫിൽഡ് വേക്കൻസീസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് വേക്കൻസി ഇവിടെ നിങ്ങൾക്ക് കാണാം. ഓപ്പറേറ്റർ ഇലക്ട്രോണിക്സ് 44 വേക്കൻസി ഉണ്ട്. ഓപ്പറേറ്റർ ഇലക്ട്രോ പ്ലേറ്റിംഗ് ഒരു വേക്കൻസി, ഓപ്പറേറ്റർ ലാബ് ഒരു വേക്കൻസി, ഇത് സ്കെയിൽ 5 ആണ്, ഇത് D6 ആണ് വരുന്നത്. ഓപ്പറേറ്റർ വെൽഡിംഗ് ഒരു വേക്കൻസി, ഇത് C5 ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ഏകദേശം 80 മുകളിൽ വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് PWD കാൻഡിഡേറ്റ്സിനും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിന് സ്യൂട്ടബിൾ ആയുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇലക്ട്രോണിക്സ് വരുന്നത് സ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം D6 ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്പറേറ്ററിനാണ് എല്ലാ പോസ്റ്റും കൂടെ കാണാം. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 3 വർഷത്തെ റെഗുലർ അല്ലെങ്കിൽ ഫുൾ ടൈം ഡിപ്ലോമ ആണ്. ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള 3 വർഷത്തെ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പോളിടെക്നിക് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് സ്കെയിൽ 5 വരുന്നുണ്ട് ഇലക്ട്രോണിക്സിൽ. ഇതിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 3 വർഷം ഡ്യൂറേഷനുള്ള നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 2 വർഷം ഡ്യൂറേഷനുള്ള ITI ഇലക്ട്രോണിക്സിലുള്ള ITI പ്ലസ് എന്താണ് നിങ്ങൾക്ക് NACO അല്ലെങ്കിൽ CVT ഉണ്ടായിരിക്കണം. 1 ഇയർ ഡ്യൂറേഷനുള്ള കേട്ടോ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ പറയാം. അതായത് ഈ പറയുന്ന സ്കെയിൽ C5 ആണെങ്കിൽ, ഓപ്പറേറ്ററിൽ സ്കെയിൽ C5 ആണെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 3 വർഷം ഡ്യൂറേഷനുള്ള NAC വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് NAC ഇല്ലെങ്കിൽ 3 വർഷം ഡ്യൂറേഷനിൽ NAC ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ITI വെച്ചിട്ട് ഇലക്ട്രോണിക്സിൽ ITI പ്ലസ് എന്താണ് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ആണെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത് നിങ്ങൾക്ക് കാണാം ഓപ്പറേറ്റർ മെക്കാനിക്കൽ D6 ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് എന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള 3 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് ഓപ്പറേറ്റർ ഇലക്ട്രിക്കൽ D6 ആണ്. ഇതിലും നിങ്ങൾക്ക് എന്താണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനൊന്നും യാതൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ വേണ്ട. ഇതിനടുത്ത് ഇവിടെ കാണാം നിങ്ങൾക്ക് ഇലക്ട്രിക്കലാണ് C5 ആണ് ഇത് വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ 3 വർഷം ഡ്യൂറേഷനുള്ള അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് 2 വർഷം ഡ്യൂറേഷനുള്ള ഇലക്ട്രിക്കലിൽ നിങ്ങൾക്ക് 2 വർഷം ഡ്യൂറേഷനുള്ള ITI പ്ലസ് എന്താണ് 1 വർഷത്തെ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഓപ്പറേറ്റർ കെമിക്കലാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ 3 ഇയർ ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് അഡ്മിൻ അസിസ്റ്റൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം മതി. പ്രത്യേകിച്ച് ഈ പറയുന്ന ഫോർ എക്സാമ്പിൾ BA, BCom, BSc, BBA, BBM, BCA, BSW തുടങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് ഏതെങ്കിലും ജസ്റ്റ് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഡിഗ്രി മാത്രം പോരാ, ഇവിടെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം ഡ്യൂറേഷനുള്ള ടൈപ്പിങ്ങിലുള്ള ഒരു സർട്ടിഫിക്കറ്റും പാട് ഉണ്ടായിരിക്കണം. ടൈപ്പിംഗ് അറിയുമെന്നുള്ളതിൻ്റെ ഒക്കെ, അപ്പോൾ PC ഓപ്പറേഷനൊക്കെ അറിയുന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും പാട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഡിഗ്രിയൊക്കെ ചെയ്ത് വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഒരു 3 മാസത്തെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 6 മാസത്തെ ടൈപ്പ് റൈറ്റിംഗ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ബേസിക് ആയുള്ള നമ്മുടെ ഓഫീസ് സ്യൂട്ട് കാര്യങ്ങൾ, മീൻസ് MS Word, MS Excel, ഇതൊക്കെ ബേസിക് ആയുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുന്നതും അത് ഒരു അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്നതൊക്കെ നല്ലതായിരിക്കും. കാരണം അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അധികവും ചോദിക്കാറുണ്ട്. ക്ലറിക്കൽ പോസ്റ്റിലേക്കൊക്കെ അത് ആവശ്യമാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇവിടെ നിങ്ങൾക്ക് ഓപ്പറേറ്റർ ഫിറ്റിംഗ്, അത് ഗവൺമെൻറ് ജോലിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എന്താണത് പറയുന്ന പ്രൈവറ്റ് ജോലികൾക്കൊക്കെ നിങ്ങൾക്ക് അത് ഉപകാരപ്രദമാകും കേട്ടോ. ഇനി അടുത്ത ഓപ്പറേറ്റർ ഫിറ്റിംഗ് ആണ്. ഇത് സ്കെയിൽ 5 ആണ്, C5 ആണ് വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഒന്നെങ്കിൽ 3 വർഷം ഡ്യൂറേഷനുള്ള നാഷണൽ അപ്രന്റീസ്ഷിപ്പ് ഫിറ്ററിൽ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്ക് ഫിറ്ററിൽ എന്താണ് 2 വർഷം ഡ്യൂറേഷനുള്ള ITI പ്ലസ് എന്താണ് 1 വർഷം ഡ്യൂറേഷനുള്ള ഈ പറയുന്ന NAC നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റ് അത് വെച്ചിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഓപ്പറേറ്റർ ടേണിംഗ് ആണ്. ഇതിൽ നിങ്ങൾക്ക് 3 വർഷം ഡ്യൂറേഷനുള്ള ഈ പറയുന്ന ടേർണറിലുള്ള 3 വർഷം ഡ്യൂറേഷനുള്ള അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടേർണറിലുള്ള 2 വർഷത്തെ ITI
ITI+ എന്താണ് ഒരു വർഷത്തെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അത് രണ്ടും പാടുണ്ടെങ്കിൽ അങ്ങനെ അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് നിങ്ങൾക്ക് ഓപ്പറേറ്റർ വെൽഡിംഗ് ആണ്, സ്കെയിൽ C5 ആണ്. ഇതിൽ നിങ്ങൾക്ക് എന്താണ് വെൽഡറിലുള്ള 3 വർഷം ഡ്യൂറേഷനുള്ള അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെൽഡറിലുള്ള 2 വർഷത്തെ ITI+ എന്താണ് ഒരു വർഷത്തെ NAC ഉണ്ടായിരിക്കണം, അങ്ങനെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. ഇതിലും നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ ഇലക്ട്രോപ്ലേറ്റിൽ NAC കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം 3 വർഷം നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇലക്ട്രോപ്ലേറ്റിൽ എന്താണ് 2 വർഷം ഡ്യൂറേഷനുള്ള ITI+ എന്താണ് ഒരു വർഷം ഡ്യൂറേഷനുള്ള ഈ പറയുന്ന അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ഓപ്പറേറ്റർ ലാബ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് BSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓപ്പറേറ്റർ ലാബിലേക്ക് നിങ്ങൾക്ക് BSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ. ഇനി ഏജ് ലിമിറ്റ് കാര്യങ്ങളാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മാക്സിമം ഏജ് ലിമിറ്റ് 28 ആണ് കേട്ടോ. 5/10/2024 28 വയസ്സിൻ്റെ അപ്പുറം പോകാൻ പാടില്ല. നമ്മുടെ വെബ്സൈറ്റിൽ ഈസി ടൂൾസിൽ നിങ്ങൾക്ക് ഏജ് കാൽക്കുലേറ്റർ അവൈലബിൾ ആണ്. ഈസി ടൂൾസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഏജ് കാൽക്കുലേറ്റർ ലോഡായിട്ട് വരും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഏജ് കാൽക്കുലേറ്റർ വെച്ച് നിങ്ങളുടെ ഏജ് ഒക്കെ എത്ര ഉണ്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് കേട്ടോ. കറക്റ്റായിട്ട് എത്ര ഡേ എത്ര ഇയർ ഒക്കെ കറക്റ്റായി കാണിക്കും. അപ്പോൾ അതുപോലെ എക്സ് സർവീസ്മാനും SC/ST OBC PWD ഒക്കെ നിയമാനുസൃതമായുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ദെൻ OBC ആണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ പോസ്റ്റിലേക്ക് മിനിമം ഏജ് 18 കണക്കാക്കുന്നത്. പിന്നെ PWDക്ക് 10 മുതൽ 5 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ UP-യിലായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് കാണാൻ കൊർവ UP-യിലായിരിക്കും, അമേത്തിയിലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ കിട്ടിക്കോളണമെന്നില്ല, അത് ട്രാൻസ്ഫറബിൾ ആണ്. അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ജോലി ചെയ്യാനുള്ള ഒരു എന്താണ് വില്ലിങ് ആയിരിക്കണമെന്നുള്ള കണ്ടീഷനാണ്. എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് വിളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരിക്കലും പെർമനൻറ്റ് വേക്കൻസി ഒന്നല്ല, 4 വർഷത്തേക്കുള്ള ടെമ്പററി വേക്കൻസിയാണ്. 4 വർഷം കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇതിൽ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടില്ല, ഫ്രഷേഴ്സിനാണ്. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കാനും ഈ പറയുന്ന HL-ൻ്റെ മറ്റു റിക്രൂട്ട്മെൻറ്റിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനൊക്കെ എലിജിബിൾ ആവുന്നതാണ്. ഇനി ഇതിൻ്റെ റെമ്യൂണറേഷൻ ഇവിടെ പറയുന്നുണ്ട്. റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ബേസിക് പേ ആണ് ഇവിടെ പറയുന്നത്. സ്കെയിൽ C5 ആണെങ്കിൽ 22,000, ദെൻ D6 ആണെങ്കിൽ 23,000. ഇപ്പോൾ ITI വെച്ച ക്വാളിഫിക്കേഷനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 22,000 ആണ്. ദെൻ ഡിപ്ലോമൻ്റ് ആണെങ്കിൽ 23,000 ബേസിക് പേ വരുന്നത്. ബേസിക് പേ മാത്രമല്ല, അതിനോട് കൊണ്ട് DA HR പിന്നെ മറ്റ് പേർക്ക് അതുപോലെ മറ്റു അലവൻസ് കാര്യങ്ങളുണ്ടാവും. ഒക്കെ പാടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു 30,000-ൻ്റെ മുകളിൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, മന്ത്ലി സാലറി കിട്ടാവുന്ന പോസ്റ്റാണ്. 30-ൻ്റെ മുകളിലാണ് എന്തായാലും ഉണ്ടാകുക. പിന്നെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കേട്ടോ. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്നാൽ ഇതിലേക്ക് റിട്ടൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ റിട്ടൺ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ മെയിലിലേക്കാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വരിക. അപ്പോൾ മെയിൽ ID ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഏതൊരു ആപ്ലിക്കേഷൻ സമർപ്പിച്ച് കഴിഞ്ഞാലും അത് ഓരോ ഏജൻസിയുടെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അത് എക്സാം നടക്കുന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ. ചിലപ്പോൾ 6 മാസം കഴിഞ്ഞിട്ടായിരിക്കും എക്സാം, ചിലപ്പോൾ 3 മാസം ആയിരിക്കാം, ചിലപ്പോൾ 1 മാസത്തിനുള്ളിൽ എക്സാം നടത്താം. അത് ഡിപ്പെൻസ് ഓൺ അവരുടെ തീരുമാനങ്ങളാണ്. അപ്പം പലരും കമൻറ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട്, ഇത് അപ്ലൈ ചെയ്ത് ഇതിൻ്റെ ഒരു വിവരമില്ല. അതിൻ്റെ വിവരങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് ടൈം എടുക്കും. അപ്പോൾ അതവർ തീരുമാനിക്കുന്ന പോലെയാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അപ്ലൈ ചെയ്തിടാനേ നമുക്ക് കഴിയുള്ളൂ. ഇതൊക്കെ ഗവൺമെൻറ് സെക്ടറുകളാണ്. അപ്പോൾ അവിടെയൊക്കെ അതിൻ്റേതായിട്ടുള്ള ആ ഒരു റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിനനുസരിച്ചായിരിക്കും അത് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിലേക്ക് 3 പാർട്ടാണ് ഉണ്ടായിരിക്കുക. എക്സാമിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. 2.5 മണിക്കൂർ ഡ്യൂറേഷൻ ഉണ്ടാകും. 3 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. പാർട്ട് 1 വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, 20 ക്വസ്റ്റ്യൻ ജനറൽ അവയർനെസ് ആണ് വരുന്നത്. പാർട്ട് 2 നിങ്ങൾക്ക് 40 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ആൻഡ് റീസണിംഗ് ആണ്. പാർട്ട് 3 നിങ്ങൾക്ക് വരുന്നത് 100 ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഏതാണോ ട്രേഡോ ഡിസിപ്ലിൻ ഏതാച്ചാൽ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ട്രേഡ് മേഖല നല്ല രീതിയിൽ നോക്കണം, അല്ലെങ്കിൽ ഡിസിപ്ലിൻ നോക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ പറയുന്ന ഇംഗ്ലീഷും റീസണിങ്ങും അത്യാവശ്യം ഒന്ന് കവർ ചെയ്യണം, ജനറൽ അവയർനെസ്സും അത്യാവശ്യം കവർ ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് ഇതിലേക്ക് ഡേറ്റും പ്ലേസും എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ മെയിൽ വഴിയാണ് അറിയിക്കുക. അപ്പോൾ അതിൻ്റെ എക്സാം സെൻറ്റർ എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്കത് അവർ ഡിപ്പെൻസ് ഓൺ എവിടേക്കാണ്. എനിക്ക് തോന്നുന്നു UP-യിൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് മേ ബി ചിലപ്പോൾ ബാംഗ്ലൂരൊക്കെ കിട്ടാവുന്നതുമാണ്. അത് ഡിപ്പെൻസ് ഓൺ എവിടുന്നാണ് കൂടുതൽ അപേക്ഷകളൊക്കെ വരുന്നത് എന്നതിനൊക്കെ അനുസരിച്ചായിരിക്കും അവരത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. അതോടൊപ്പം അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓർത്ത് വെച്ചോളൂ, 5/10/2024 കേട്ടോ. പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. 5/10/2024 ഓൺലൈനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും കേട്ടോ, വാട്സപ്പ് ലിങ്ക്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അപ്ലിക്കേഷൻ ഫീ ഉണ്ട് കേട്ടോ, 200 രൂപയായിട്ട് അപേക്ഷ ഫീസ് ഉണ്ട്. നിങ്ങൾക്ക് ഇതിലേക്ക് ഫീ അടയ്ക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ SC/ST PWD കാൻഡിഡേറ്റ്സിന് എക്സ് സർവീസ്മെൻ ഒന്നും യാതൊരു ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് തന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഡിസബിലിറ്റിക്കുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവിടെ ഫോമിൻ്റെ മാതൃകയൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ SC/ST OBC-ൻ്റെ ഒക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയുള്ള രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാണാം SC/ST കാൻഡിഡേറ്റ്സിൻ്റെ ഫോർമാറ്റാണ്, OBC കാൻഡിഡേറ്റ്സിൻ്റെ ഫോർമാറ്റാണ്.
പിന്നെ ഇത് EWS കാൻഡിഡേറ്റ്സിൻ്റെ ഫോർമാറ്റാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ആവുന്ന പറഞ്ഞ ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് വരിക. നിങ്ങൾക്കൂടെ കാണാം HL നോൺ എക്സിക്യൂട്ടീവ് റിക്രൂട്ട്മെൻറ്റ് 2024 പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ ആക്കാം. ഇവിടെ നമ്മൾ പോസ്റ്റ് ചെയ്ത ഡേറ്റ് ഒക്കെ കാണാം, 20 സെപ്റ്റംബർ നോക്കിയാൽ മതി. നിങ്ങൾ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരാം. ഇതിൽ ഇമ്പോർട്ടൻറ്റ് ലിങ്കുകൾ കാര്യങ്ങൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇനി നമ്മൾ HL അപ്ലിക്കേഷൻ ലിങ്ക് കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടെ കാണാം, രജിസ്ട്രേഷൻ എന്ന് കാണാം. അപ്പോൾ ഈ പേജിലേക്ക് വരാൻ ഒന്നെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ആവുന്ന പറഞ്ഞ ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത പേജിലേക്കാണ് വരിക. ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ GOC എജുലാൻഡ് ഇതാ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജ് ഞാൻ കാണിക്കാം. ഓക്കെ, ഇങ്ങനെയാണ് ഹോം പേജ് ഉണ്ടാവുക. ഇവിടെ നമുക്കിങ്ങനെ ഓരോ ലിസ്റ്റ് വൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ജോബ് അപ്പോൾ HL റീസെൻ്റ് ആയിട്ട് വന്ന കൂടെ ഉണ്ടാവും. അഡ്മിറ്റ് കാർഡ് റിസൾട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ അനൗൺസ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇനി ഇതിൻ്റെ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നേരെ നിങ്ങൾക്ക് ഇതവിടെ ആദ്യം ചെയ്യേണ്ടത് ഒന്നാമത്തെ ലിങ്ക് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്ക് ഓപ്പൺ ആക്കാം. അപ്പോൾ ഞാനത് ഓപ്പൺ ആക്കി. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിതിൽ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ വരുന്നതെങ്കിൽ നമ്മളിതിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമ്മൾ അപ്ലിക്കൻ്റ് നെയിം, അതായത് നമ്മുടെ പേര് ഇവിടെ എഴുതണം. ജസ്റ്റ് ഒന്ന് സൂം ആക്കാം. ഓക്കെ, നമ്മുടെ പേര് ഇവിടെ എഴുതാം. അതിനുശേഷം നിങ്ങൾ മെയിൽ ഓർ ഫീമെയിൽ ഏതാച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ മാരീഡ് ആണോ അൺമാരീഡ് ആണോ വെച്ചാൽ സെലക്ട് ചെയ്യാം. പിന്നെ ഇന്ത്യ എന്നുള്ള അത് ഓട്ടോമാറ്റിക്കായി അതിന് കിടക്കുന്നത്. പിന്നെ എന്നിട്ട് നിങ്ങൾ ഇമെയിൽ ID കൊടുക്കുക, എന്നിട്ട് സെൻഡ് OTP കൊടുക്കുക, എന്നിട്ട് ആ OTP ഇവിടെ അടിച്ചിട്ട് വെരിഫൈ OTP കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളത് വെരിഫൈ ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇത് നമ്മൾ ഓൺലൈനായിട്ട് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇനി അതല്ല ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇനി ഇതിലേക്ക് ഫീ അടയ്ക്കുന്നത് വേറെ സെപ്പറേറ്റ് തന്നെയാണ്. ആ ഫീ അടയ്ക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ്. അപ്പോൾ നിങ്ങൾക്കിവിടെ HL അപ്ലിക്കേഷൻ ലിങ്കിൻ്റെ നേരെ താഴെ അപ്ലിക്കേഷൻ ഫീ ലിങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവിടെ തന്നെ യൂസ് ചെയ്യാം. ക്ലിക്ക് ചെയ്യാറുണ്ട് കൊടുക്കുക, നിങ്ങൾ ഓപ്പൺ ആക്കി കാണിക്കാം. അങ്ങനെ ഓപ്പൺ ആയി കാണിക്കുന്ന സമയത്ത് നമുക്ക് SBI കളക്റ്റിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ബാങ്കിൻ്റെ ATM കാർഡ് യൂസ് ചെയ്തിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാം, നെറ്റ് ബാങ്കിങ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ UPI അതായത് ഈ പറയുന്ന ഫോൺ പേ, ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്കിവിടെ കാണാം PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്യാം നമ്മൾ. എന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം സെർച്ച് ബാർ കാണാം. ഈ സെർച്ച് ബാറിൽ നിങ്ങൾ എന്ത് അടിച്ചു കൊടുക്കുക വെച്ചാൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അത് അടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഹിന്ദുസ്ഥാൻ എന്നുള്ളതിൻ്റെ ഫുൾ അടിക്കുന്നതിന് മുന്നേ തന്നെ ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റായിട്ട് കാണിക്കും. അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് കാണാം. നിങ്ങൾക്ക് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തെലങ്കാന ഉണ്ട്, ഉത്തർപ്രദേശ് ഉണ്ട്, കർണാടക ഉണ്ട്, ഒഡീഷ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് ഉത്തർപ്രദേശാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ നേരം കാണാം ഉത്തർപ്രദേശ്. ആ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നിങ്ങളിവിടെ ചെയ്യേണ്ടത് പേയ്മെൻറ്റ് കാറ്റഗറിയാണ്. പേയ്മെൻറ്റ് കാറ്റഗറി എന്നുള്ളത് നിങ്ങൾക്ക് കാണാം HL ഫോർവേഡ് ഡിവിഷൻ. ഓക്കെ, ഫോർവേഡ് ഡിവിഷൻ എന്ന് കാണാം നിങ്ങൾക്ക്. അതാണ് സെലക്ട് ചെയ്യേണ്ടത്. കാൺപൂർ ലക്നൗ അല്ല, അതിൻ്റെ മിഡിലായിട്ട് വരുന്നത്. അത് കാണാം ഫോർവേഡ് ഡിവിഷൻ. അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ കാറ്റഗറി ഉണ്ട്. കാറ്റഗറി നമ്മൾ എന്ത് ചെയ്യുക, അതേഴ്സ് എന്നുള്ള സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നിങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ അങ്ങനെ കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് എംപ്ലോയി ഓർ വെൻഡർ ID എന്നുണ്ട്. ഈ എംപ്ലോയി ഓർ വെൻഡർ ID എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്തില്ലേ, ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലിക്കേഷൻ നമ്പർ കിട്ടും. അത് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ കിട്ടും. അപ്പോൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറാണ് ഈ പറയുന്ന എംപ്ലോയി ഓർ വെൻഡർ ID എന്നുള്ളടത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഇവിടെ അപ്ലിക്കേഷൻ നമ്പറാണ് കൊടുക്കേണ്ടത്, അഡ്വർടൈസ്മെൻറ്റ് നമ്പർ അല്ല. നിങ്ങളിപ്പോൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം ഇതിൽ രജിസ്റ്റർ ചെയ്യണം. എന്നിട്ട് അത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അതിന് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ നമ്പർ ഇട്ടാൽ നിങ്ങളുടെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് ലാസ്റ്റാണ് ഫീ അടയ്ക്കേണ്ടത്. അപ്പോൾ ആ ഫീ അടയ്ക്കുന്ന സ്റ്റേജിലേക്ക് വരുമ്പം നിങ്ങൾക്ക് എന്താണ് ഈ പറയുന്ന അപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ആ അപ്ലിക്കേഷൻ നമ്പർ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അടിച്ചു കൊടുക്കണം. ഈ വെൻഡർ നിങ്ങൾക്കിവിടെ കാണാം എംപ്ലോയി ID ഒരു വെൻഡർ ID എന്നുള്ളടത്ത് അപ്ലിക്കേഷൻ നമ്പർ അടിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെ മൊബൈൽ ഇമെയിൽ ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ റിമാർക്ക് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ഏത് പോസ്റ്റിനാണോ അപ്ലൈ ചെയ്യുന്നത് ആ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുക ആ പോസ്റ്റ് നെയിം കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുക. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നെക്സ്റ്റ് അടിച്ച് പോയി നിങ്ങൾക്ക് UPI ഉപയോഗിച്ചിട്ടും നമുക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടൊക്കെ ഈസി ആയിട്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യേണ്ട വീഡിയോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യില്ല കേട്ടോ. കാരണം കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യണമെങ്കിൽ മാത്രമേ നമ്മൾ അതിന് മെനക്കെടുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് കാര്യക്ഷമമാകണമെങ്കിൽ അങ്ങനെയല്ലേ, കുറേ ആളുകൾ വേണം, അല്ലാതെ നമ്മൾ വെറുതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ലിങ്ക് ഉണ്ടാവും, നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.